നമസ്കാരം. ഒടുവിൽ തൃപ്പുണിത്തറ കണ്ടനാട്ട വീട്ടുവളപ്പിൽ മലയാളത്തിന്റെ അതുല്യ കലാകാരൻ ശ്രീനിവാസന് അന്ത്യവിശ്രമം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 11:50 ഉദയംപേരൂർ കണ്ടനാട് വട്ടുക്കുന്ന് റോഡിലുള്ള പാലാഴിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രതീകമായി കടലാസും പേനയും ഭൗതിക ശരീരത്തോടൊപ്പം ചിതയിൽ വച്ചു. എല്ലാവർക്കും നന്മകൾ നേർന്നുവെന്ന സത്യൻ അന്തിക്കാട് കുറിച്ച കടലാസാണ് വെച്ചത്. ചിതയിൽ എരിയും മുൻപാണ് ശ്രീനിക്ക് പേനയും പേപ്പറും സത്യൻ അന്തിക്കാട് സമർപ്പിച്ചത്. ആ കടലാസും പേനയും ചിതയിലേക്ക് വെക്കുമ്പോൾ സത്യൻ അന്തിക്കാട് വിതുമ്പുകയായിരുന്നു. മകൻ വിനീത് ശ്രീനിവാസനായിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയത്. ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ണുകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്തു. അങ്ങേറ്റം വൈകാരിക നിമിഷങ്ങൾക്കാണ് കണ്ടനാട്ട് വീടും പരിസരം സാക്ഷിയായത്. 2 മക്കളും അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയായിരുന്നു. മൂത്തമകൻ വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അച്ഛന്റെ ചിത കത്തി തുടങ്ങിയപ്പോൾ തന്നെ ധ്യാൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു. ആശ്വസിപ്പിക്കുവാൻ അടുത്തുള്ളവരൊക്കെ പാടുപെടുന്നൊരു കാഴ്ച. അങ്ങേയറ്റം വൈകാരിക നിമിഷങ്ങൾക്കാണ് കണ്ടനാട്ടെ വീടും പരിസരവും ഒക്കെ സാക്ഷിയായത്. മക്കളായ വിനീതും ധ്യാനും അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം ഡയാലിസിസിനായി പോകുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. തൃപ്പുണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചെന്നൈയിലേക്ക് പോകാനായി എയർപോർട്ടിലെത്തിയപ്പോഴാണ് വിനീത് അച്ഛൻ വിടവാങ്ങിയ വിവരം അറിഞ്ഞത്. ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയായിരുന്നു അദ്ദേഹം. തിരക്കുകൾക്കിടയിൽ നിന്നും അച്ഛനെ അവസാനമായി കാണാനും ധ്യാൻ എത്തുകയായിരുന്നു. അമ്മയുടെ അരികിലായി നെഞ്ചുപൊട്ടിയിരിക്കുന്ന വിനീതിനെയും ധ്യാനിനെയുമാണ് കഴിഞ്ഞ ദിവസം മുതൽക്കേ തന്നെ നമ്മൾ കണ്ടത്. വയ്യായ്മകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീനി ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് പ്രിയപ്പെട്ടവരാരും തന്നെ കരുതിയിരുന്നില്ല. ഐസിയുവിൽ ആയിരുന്നപ്പോൾ പോലും പുതിയ തിരക്കഥയെക്കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം. ആഴ്ചകൾക്ക് മുൻപ് പുതിയ സിനിമയുടെ പൂജയിലും പങ്കെടുത്തു. അച്ഛനൊപ്പമായി ഇനിയും സിനിമകൾ ചെയ്യുമെന്ന് വിനീതും ധ്യാനും പറഞ്ഞിരുന്നു. ശ്രീനിവാസനെ പോലെ തന്നെ അഭിമുഖങ്ങളിലെല്ലാം വാതോരാതെ സംസാരിക്കുന്ന ആളാണ് ധ്യാൻ. ഈ കഥകളൊക്കെ ഉള്ളതാണോ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യമെന്ന് വിനീതും പറഞ്ഞിരുന്നു. ചെറിയൊരു സംഭവം മതി അവന് കഥയുണ്ടാക്കാൻ. ഇതൊക്കെ എപ്പോൾ എന്ന് അച്ഛനും അമ്മയും അവനോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് വിനീത് പറഞ്ഞിരുന്നു. എപ്പോഴും ചിരിപ്പിച്ച് തമാശ പറഞ്ഞ ധ്യാനിനെ ഇതാദ്യമായാണ് പൊട്ടിക്കരഞ്ഞ് തികച്ചും ഇമോഷണലായി കാണുന്നത്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ആ നെഞ്ച് വിങ്ങുകയാണെന്ന് കാണുന്നവരെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അഭിനയം മാത്രമല്ല, എഴുത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന സിനിമകളും ഡയലോഗുകളുമെല്ലാം മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞതാണ്. അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ചിതയിലേക്ക് എടുത്തപ്പോഴാണ് ഒരു പേനയും പേപ്പറും സത്യൻ അന്തിക്കാട് സുഹൃത്തിനായി സമർപ്പിച്ചത്. എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്നായിരുന്നു ആ പേപ്പറിൽ കോറിയിട്ടതും. മറ്റൊരു ലോകത്തിരുന്ന് ഇനിയും നന്മയുള്ള കഥകൾ എഴുതട്ടെ അദ്ദേഹം. ശ്രീനിക്ക് അവസാന യാത്ര നൽകുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു. അച്ഛന് അന്ത്യചുംബനം നൽകിയ ധ്യാൻ സത്യന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുന്ന ദൃശ്യവും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അസുഖം വന്ന കാലം മുതൽക്കേ മിക്കപ്പോഴും സത്യൻ അന്തിക്കാട് ശ്രീനിവാസനെ സന്ദർശിക്കാറുണ്ട്. 2 ആഴ്ച മുന്നെയാണ് അവസാനം കണ്ടത്. സിനിമയെക്കുറിച്ചും ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തെ കഥകളും ഒക്കെ പറഞ്ഞ് വൈകുന്നേരമാണ് മടങ്ങിയത്. ഇടയ്ക്ക് ശ്രീനി ബാത്റൂമിൽ വീണതായി പറഞ്ഞിരുന്നു. കാലിന് എന്തോ സർജറി ചെയ്തുവെന്നും ഇനി വാക്കറിൽ നടക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് പറഞ്ഞത്. വാക്കറിലൂടെയാണെങ്കിലും നടന്നു തുടങ്ങിയാൽ നല്ലതാണ്, പിന്നെ അതില്ലാതെ നടക്കാമല്ലോ എന്ന് പറഞ്ഞു. പൊതുവെ അങ്ങനെ മടുപ്പോ വേദനയോ ഒന്നും പറയാത്ത ആളാണ്. എന്നാലും അവസാനം കണ്ടപ്പോൾ എടോ എനിക്ക് മടുത്തടോ എന്ന് പറഞ്ഞിരുന്നതായി സത്യൻ അന്തിക്കാട് ഓർമ്മിച്ചെടുത്തു. വികാരഭരിതനായാണ് അദ്ദേഹം സംസാരിച്ചത്. സംസാരം മുഴുമിപ്പിക്കാനാകാതെ ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ചെയ്തു. ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം അതീവ സങ്കടത്തോടെയാണ് ശ്രീനിവാസന് യാത്രയാക്കിയത്. ചടങ്ങുകളിലെല്ലാം കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു എല്ലാവരും. കാണുന്നവരെ പോലും കരയിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു അവിടെ. അവസാനമായി കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും എത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും പാടുപെടുകയായിരുന്നു. മലയാളക്കരയാകെ ശ്രീനിവാസൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലേക്കെത്തി. കഴിഞ്ഞ ദിവസമാണ് ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. തുടർന്ന് ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നാലെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. തുടർന്ന് ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് എത്തിയത്. നടി പാർവതി തിരുവോത്ത്, നടന്മാരായ പൃഥ്വിരാജ്, വിനീത്, ജഗദീഷ്, സൂര്യ, സംവിധായകൻ ഫാസിൽ, രാജസേനൻ തുടങ്ങിയവർ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ചു. വാക്കാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടമാണ് ഉണ്ടായതെന്ന് പാർവതി പറഞ്ഞു. സിനിമയിൽ മാത്രമല്ല, വ്യക്തി എന്ന നിലയിലും ശ്രീനിവാസൻ തന്ന സംഭാവന ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുവെന്നും പാർവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ ഒരുപാട് സംഭാവനകൾ തന്നുവെന്നും അതിനനുസരിച്ച് തിരിച്ചു നൽകാൻ നമുക്ക് സാധിച്ചില്ലെന്നും ജഗദീഷും കൂട്ടിച്ചേർത്തു. വിവിധ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. രാവിലെയോടെയാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്നായിരുന്നു തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളാണ് ശ്രീനിവാസൻ അഭിനയിച്ചത്. 1956 ഏപ്രിൽ 26 കണ്ണൂരിലെ പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ, കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടി. മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്കകാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു. സിനിമാ പഠനകാലത്ത് രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളാണ് ശ്രീനിവാസൻ അഭിനയിച്ചത്. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. പിന്നീട് 1984 ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെയും നവ്യാനുഭവങ്ങൾ കൂടിയാണ് സ്വന്തമായത്. 48 വർഷത്തെ നീണ്ട സിനിമാ ജീവിതമാണ് അന്ത്യമായത്. സിനിമയിൽ മാത്രമല്ല, വ്യക്തി എന്ന നിലയിലും ശ്രീനിവാസൻ തന്ന സംഭാവന ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. ജനകീയ സിനിമകളാണ് ശ്രീനിവാസന്റേത്. എന്നും സാധാരണക്കാരന്റെ ജീവിതം ലളിതമായ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചു. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട സിനിമകൾ എഴുതുവാൻ ഒരു തിരക്കഥാകൃത്തിന് അപാരമായ കഴിവ് വേണം. ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരന്റെ ആ കഴിവാണ് ഓരോ സിനിമയിലും അംഗീകരിക്കപ്പെട്ടത്. മലയാളിയുടെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ശ്രീനിവാസന് ഒരിക്കലും മരണമില്ല.